ശ്രീ രാജീവൻ, ഇപ്പോൾ കേരളം ഭരിക്കുന്നവരുടെ ഈ വിഷയത്തിലുള്ള നിലപാടും ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവരുടെ നിലപാടും താങ്കൾ കേട്ടു. ഒരു പുതിയ പദ്ധതി അത് കേരളത്തിന് അനിവാര്യമാണ് എന്ന് പറയാൻ നിരവധി കാരണങ്ങളുണ്ട്. നമ്മുടെ വാഹന സാന്ദ്രത മറ്റേത് സംസ്ഥാനത്തെക്കാളും കൂടുതലാണ്. നമ്മുടെ ജനസംഖ്യയെക്കുറിച്ചറിയാം, ജനസാന്ദ്രതയെക്കുറിച്ചറിയാം, നമ്മുടെ റോഡുകളുടെ പരിമിതിയെക്കുറിച്ചറിയാം. ആ സാഹചര്യത്തിൽ അതിവേഗം സഞ്ചരിക്കാൻ, നമ്മുടെ വികസനത്തിലേക്ക് അതിവേഗം പോകാൻ ഒരു അതിവേഗ പാത കൂടിയേ തീരൂ എന്നൊരു നിലപാടിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ എതിർപ്പില്ലാതെ എത്തിച്ചേരുകയാണ്. കേരളയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ശ്രീധരനെ പോലെ ഒരാൾ, വളരെ പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വെക്കുകയാണ്. അതിനെയും തുടക്കത്തിൽ തന്നെ എതിർക്കുന്ന ഒരു നിലപാടാണല്ലോ നിങ്ങൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന സമിതി 13-ാം തീയതി ആലുവയിൽ കൂടി ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. വ്യക്തിപരമായി ഇപ്പോൾ അദ്ദേഹത്തിന് മെട്രോമാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു നോട്ടുണ്ട്, 2 പേജുള്ള. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഗതികൾ തന്നെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ചൂണ്ടിക്കാണിച്ചത്. പിന്നെ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് പഠിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വിഷയവിദഗ്ധരെ വെച്ചുകൊണ്ടുള്ള പഠനം ഞങ്ങൾ 13-ാം തീയതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലുവയിൽ കൂടി തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആ പ്രപ്പോസല് അത് അതിവേഗമല്ല, അർദ്ധ അതിവേഗം തന്നെയാണ്. സിൽവർ ലൈനിൻ്റെ അതേ വേഗത തന്നെയാണ്, 135 ശരാശരി വേഗം. അതുപോലെ തന്നെ അത് സ്റ്റാൻഡേർഡ് ഗേജാണ്, സ്റ്റാൻഡ് എലോണാണ്. അപ്പോൾ അതും സിൽവർ ലൈനിൻ്റെ ഇത് തന്നെ. പിന്നെ കുറച്ചുകൂടി സ്റ്റേഷൻ കൂടുതൽ പറയുന്നുണ്ട്, കുറച്ചുകൂടി കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കംപ്ലീഷൻ കോസ്റ്റ് 1 ലക്ഷം കോടിയാണ് അദ്ദേഹം അതിനകത്ത് എഴുതിയേക്കുന്നത്. അതിൻ്റെ ടിക്കറ്റ് നിരക്ക് നിലവിലുള്ള AC ചെയർക്കാരൻ്റെ 1.5 മടങ്ങാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഈ നാട്ടിലെ സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു നിവേദനത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിലവിലുള്ള ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുവാനായി ഇപ്പോൾ ബ്രോഡ് ഗേജിൽ പിന്നെ റെയിൽവേ വിചാരിച്ചാൽ നടക്കും. എന്തുകൊണ്ട് അതിന് തുനിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. 2016 ഇടതുമുന്നണി മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ എഴുതിയിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിച്ച് 3ഉം 4ഉം പാത ബ്രോഡ് ഗേജിൽ അതിവേഗത്തിൽ പണിയാൻ മുൻകൈ എടുക്കുമെന്നു. അത് പ്രകടന പത്രികയിൽ 2016 ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുള്ളതാണ്. അത് ബ്രോഡ് ഗേജിൽ അങ്ങനെ പണിയാനുള്ള സ്ഥലം നിലവിൽ റെയിൽവേക്കുണ്ട്. വളവിൻ്റെ പ്രശ്നം പറയുന്നുണ്ട്. വളവ് ഇപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി പോകണമെങ്കിൽ നമുക്കറിയാം ഒരുപാട് വളവുണ്ട്, അങ്ങനെ പലയിടത്തുമുണ്ട്. ഇത് അതിവേഗമായിട്ടാണ് പണിയുന്നതെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ മെട്രോയുടെ പോലെ മുകളിൽ കൂടി അത് കൊണ്ടുപോയിക്കോടെ. ഇപ്പോൾ പണിയും എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ അത് ഈ വയഡക്റ്റിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? നിലവിലുള്ള നമുക്ക് വളരെ കുറച്ച് വിവരങ്ങളെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ രാജീവൻ പുറത്തു വരുന്നുള്ളൂ. അതിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 70% ഉയരപ്പാതയായിരിക്കും, 20% തുരങ്കപ്പാതയായിരിക്കും. അതായത് നിലവിൽ കൃഷിഭൂമിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എംബാങ്ക്മെന്റിനെ പറ്റിയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. അതൊന്നും കാര്യമായ രീതിയിൽ ബാധിക്കില്ല എന്നാണ് അവകാശവാദം. പക്ഷേ നമുക്കറിയാം, തുരങ്കം പണിയണമെങ്കിലും തൂണ് പണിയണമെങ്കിലും ഒക്കെ അത് നിലവിലുള്ള ഭൂമിയിൽ തന്നെ പണിയാൻ പറ്റുള്ളൂ. അതെ. അപ്പം ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായി ഒരു ഉദാഹരണമുണ്ട്. ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേ 2025 ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് തന്നെ കമ്മീഷൻ ചെയ്യാൻ ഇരുന്ന പദ്ധതിയാണ്. എന്തുകൊണ്ടത് പണി പൂർത്തിയാകുന്നില്ല? ഇപ്പോൾ വയനാട്ടിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന് വയനാട് വഴി ചുരം വഴി പാറയും മെറ്റീരിയൽസും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, എന്നിട്ടും അതിൻ്റെ പണി തീരുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, മെറ്റീരിയൽസ് കിട്ടാനില്ല. കേരളത്തിൽ ഗ്രാവൽ കിട്ടാനില്ല. അതുകൊണ്ടാണ് കടലിൽ നിന്ന് മണ്ണ് വാരിയും കായലുകളിൽ നിന്നൊക്കെ ചെളിയെല്ലാം വാരിയിട്ടിട്ട് അത് സിങ്ക് ചെയ്യുകയും തകരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ നാഷണൽ ഹൈവേയുടെ പണി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നില്ല? അതിനുത്തരം പറയാൻ കേന്ദ്ര ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. ഇത് ഞങ്ങളുടെ വികസനമാണെന്ന് പറഞ്ഞ ഭരണകക്ഷിക്കും ബാധ്യതയുണ്ട്. അത് പണി തീർക്കും നിങ്ങൾ.
അതോടൊപ്പം നിലവിലുള്ള റെയിൽവേയുടെ വികസനം നിങ്ങൾ സാധ്യമാക്കൂ. മെട്രോമാൻ്റെ വാക്കുകൾ തന്നെ പരിഗണിച്ചാൽ മതി. സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കാൻ 5000-നും 10,000-നും ഇടയ്ക്ക് തുകയെ വേണ്ടി വരൂ. അങ്ങനെ പരിഷ്കരിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ട്രെയിൻ ഓടിക്കാൻ പറ്റും. ഒരേ സമയം തന്നെ 2 സ്റ്റേഷനിടയിൽ വണ്ടി ഓടിക്കാൻ പറ്റും. അതായത് നിലവിലുള്ള റെയിൽവേയുടെ വികസനത്തിനപ്പുറം ഏതൊരു പുതിയ പദ്ധതി ചില ആശങ്കകളോടെ തന്നെയാണ് നിങ്ങൾ ഉൾപ്പെടെ കേരളിനെ എതിർത്ത നിങ്ങളൊക്കെ നോക്കി കാണുന്നത്